റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചു. ചൂരൽമല പുനരധിവാസം കേന്ദ്ര തീരുമാനം അറിയിക്കാൻ വൈകിയത് സംശയകരമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. എസ്റ്റേറ്റുകളിലെ ഭൂമി സർവേ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി. സൈബർ തട്ടിപ്പുകൾക്കെതിരെ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ സുഭദ്രം ക്യാമ്പയിൻ. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ടൗൺഷിപ്പ് രൂപരേഖ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. നെടുമ്പാലയിലും കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലുമായി 2 മോഡൽ ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. നെടുമ്പാലയിൽ 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളും എൽസ്റ്റോണിൽ 10 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളും നിർമ്മിക്കും. ഇന്റേണൽ റോഡുകളും പാർക്കിങ്ങും സ്കൂളും മറ്റ് സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്നു. ടൗൺഷിപ്പിന് പുറത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം നൽകും. പുനരധിവാസം ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസ പദ്ധതിക്കായി CMDRF, SDRF സ്പോൺസർഷിപ്പ്, CSR ഫണ്ട്, PDNA-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിനായി വിനിയോഗിക്കും. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് 2 ഘട്ടമായിട്ടാണെങ്കിലും പുനരധിവാസം ഒരുമിച്ച് നടപ്പിലാക്കും. വയനാട് ദുരന്തമുണ്ടായി 10 ദിവസത്തിനകം ഓഗസ്റ്റ് 17-ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച 3 പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് 5 മാസത്തിന് ശേഷം തത്വത്തിൽ അംഗീകരിച്ചു എന്ന കാര്യം അറിയിക്കാൻ ഇത്രയും വൈകിയത് സംശയകരമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 154 ദിവസമായി കേരള സർക്കാർ നടത്തിയ ദീർഘമായ പ്രക്രിയയുടെയും സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരവധി അഭിപ്രായങ്ങളുടെയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ബോധപൂർവമാണ് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ വൈകിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ ചൂരൽമല സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 9, 10 തീയതികളിലായി IMCT അവരുടെ പരിശോധന പൂർത്തീകരിച്ചു. ഏത് ഇനത്തിൽ ഉൾപ്പെടുത്താനാകും എന്നാണ് പരിശോധിച്ചത്. IMCT അവരുടെ ശുപാർശ 1 മാസത്തിനകം തന്നെ കേന്ദ്ര മന്ത്രാലയത്തിന് നൽകി. അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ശുപാർശ ഹൈലെവൽ കമ്മിറ്റി കൂടുന്നതുവരെ 2 മാസക്കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കസ്റ്റഡിയിൽ വയ്ക്കുകയാണ് ഉണ്ടായത്. HLC യോഗത്തിന്റെ നിലപാട് ഡിസംബർ മാസം ആദ്യ വാരത്തിലാണ് കേരളത്തെ അറിയിക്കുന്നത്. ഡിസംബർ 28-ന് കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചൂരൽമല ദുരന്തത്തെ സിവിയർ നാച്ചുറായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന മറുപടി ലഭിച്ചത്. 154 ദിവസം കഴിഞ്ഞിട്ടാണോ പരിശോധിച്ചിട്ടുള്ള തീരുമാനം ദുരന്തം നേരിട്ട സംസ്ഥാനത്തെ അറിയിക്കേണ്ടത് എന്ന് റവന്യൂ മന്ത്രി ചോദിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കണ്ടെത്തിയ എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകളിലെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായുള്ള ഹൈഡ്രോളജിക്കൽ, ജിയോളജിക്കൽ, ഫോട്ടോഗ്രാഫിക് ഭൂമിശാസ്ത്ര സർവേകൾ ജനുവരിയോടെ പൂർത്തീകരിക്കും. നിലവിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമിയുടെ വില നിർണയ സർവേ ജനുവരി 1-ന് ആരംഭിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം എൽസ്റ്റണിലെയും നെടുമ്പാല എസ്റ്റേറ്റിലെ സർവേ ആരംഭിച്ച് 20 ദിവസത്തിനകം പൂർത്തീകരിക്കും. ഫീൽഡ് പരിശോധന പൂർത്തിയാക്കി കെട്ടിട നിയമം പരിഗണിച്ച് ഭൂമിയുടെ ശാസ്ത്രീയത അടിസ്ഥാനമാക്കി പരമാവധി ഭൂമി ഉപയോഗപ്പെടുത്തിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക. അതിജീവിതർക്കായി സർക്കാർ നൽകുന്ന 300 രൂപ ജീവനോപാധി ധനസഹായം ദീർഘിപ്പിച്ച് നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ശുപാർശ ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. സർവേ നടപടികൾക്ക് ശേഷം ഭൂമി ഒരുക്കൽ നടപടികൾ ആരംഭിക്കാൻ കിഫ്കോണിനും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ത്രിതല സംവിധാനമാണ് ഉറപ്പാക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായി വയനാട് പുനർനിർമ്മാണ സമിതിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുക. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റും പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കും.
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ്, സ്പോൺസർമാർ, മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉപദേശക സമിതി പദ്ധതി നടത്തിപ്പിന്റെ സുതാര്യതയും ഗുണമേന്മയും ഉറപ്പാക്കും. ടൗൺഷിപ്പിനായി കണ്ടെത്തിയ എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. ഭൂമിയുടെ വില നിർണയ സർവേ നടപടികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ ഭൂമി ഒരുക്ക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർമ്മാണ ഏജൻസികളായ കിഫ്കോണിനും ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്കും മന്ത്രി നിർദ്ദേശം നൽകി. സന്ദർശനത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, സബ് കളക്ടർ മിസാൽ സാഗർ ഭരത്, അസിസ്റ്റന്റ് കളക്ടർ S ഗൗതം രാജ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് 5 ദിവസത്തിനകം സർവേ പൂർത്തീകരിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കണ്ടെത്തിയ ഭൂമിയിലെ കുഴിക്കൂർ വില നിർണയ സർവേ 5 ദിവസത്തിനകം പൂർത്തീകരിക്കും. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ JO അരുൺ, ADM K ദേവകി, LA ഡെപ്യൂട്ടി കളക്ടർ PM കുര്യൻ, സ്പെഷ്യൽ തഹസീൽദാർ B പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ ടീം ലീഡറും 2 ക്ലാർക്ക്, 2 വില്ലേജ്മാൻ, വനം കൃഷി വകുപ്പ് ജീവനക്കാർ, സർവേ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി 10 ടീമുകളിലായി തിരഞ്ഞാണ് സർവേ പുരോഗമിക്കുന്നത്. ഒരു ടീം 5 ഹെക്ടർ സ്ഥലം മാർക്ക് ചെയ്ത് നൽകും. പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിന് ശേഷമുള്ള സ്ഥലമാണ് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുക. പുനരധിവാസ പ്രവൃത്തിക്കായി ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും. ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ്. ഫീൽഡ് സർവേ പൂർത്തിയാകുന്നതോടെ ടൗൺഷിപ്പിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാവും. എസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ നഗരസഭയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുമാണ് ഉൾപ്പെടുന്നത്. താൽക്കാലിക പുനരധിവാസക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ അദാലത്ത്. സർക്കാർ ക്വാർട്ടേഴ്സ്, വാടക വീടുകൾ, ബന്ധുവീടുകൾ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കളക്ടറേറ്റിലെ സ്പെഷ്യൽ സെല്ലിൽ അറിയിക്കാം. പരാതി പരിഹാരത്തിന് സബ് കളക്ടർ നോഡൽ ഓഫീസറായുള്ള യൂത്ത് ടീം പ്രവർത്തിക്കും. NSS വോളണ്ടിയേഴ്സ്, കൗൺസിലർമാർ, സന്നദ്ധ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി 50 കുടുംബത്തിന് ഒരു ടീം എന്ന രീതിയിലാണ് പ്രവർത്തനം. സ്പെഷ്യൽ സെല്ലിൽ പ്രവർത്തിക്കുന്ന പരാതികൾ തീർപ്പാക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മാസത്തിൽ പ്രത്യേക അദാലത്ത് നടത്തി ആവശ്യമായ പരിഹാരം കണ്ടെത്തും. ടൗൺഷിപ്പിനായുള്ള ഗുണഭോക്താക്കളുടെ 1ാം ഘട്ട പട്ടിക ജനുവരി 15-നകം പൂർത്തിയാക്കും. കരട് പട്ടിക പ്രകാരം 441 ആക്ഷേപങ്ങളാണ് നിലവിൽ ലഭിച്ചത്. ലഭിച്ച ആക്ഷേപങ്ങളിൽ സബ് കളക്ടർ, പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക് തല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥല പരിശോധന ആരംഭിച്ചു. ഉരുൾപൊട്ടൽ മേഖലയിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിലെ ഗോ നോ ഗോ സോൺ ഏരിയയിൽ ജനുവരി 13-നകം പെഗ് മാർക്ക് രേഖപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിച്ച് കോർഡിനേറ്റ് ജിയോ ടാഗ് ചെയ്യും. ഫെബ്രുവരി ആദ്യവാരത്തോടെ ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ 2ാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഉയർന്ന താപനില മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക. കാലാവസ്ഥാ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളുടെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളിൽ കൂടുതൽ അവബോധം നൽകുന്നതിനായി പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സുഭദ്രം ക്യാമ്പയിൻ
നബാർഡ്, ലീഡ് ബാങ്ക് എന്നിവർ സംയുക്തമായാണ് സുഭദ്രം ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയവയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.